ആയാലും യാസർ. എന്തായാലും ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ഉള്ളത് ഷിംല, ഹിമാചൽ പ്രദേശിൽ. ഷിംലയിൽ എന്താണ് മാൾ റോഡിൻ്റെ താഴെയുള്ള റോഡുണ്ട്. കേരളത്തിൽ മാത്രം തോന്നി എനിക്ക് മാൾ റോഡ് എന്നുള്ള ഒരു കൾച്ചർ ഇല്ലാത്ത, ബാക്കി എല്ലാ സ്റ്റേറ്റിലും കാണുന്നുണ്ട്. ദീപാവലി കഴിഞ്ഞ് ഡൽഹിയിൽ ഫുൾ പൊല്യൂഷനായി നോർമൽ. അപ്പം നേരെ ഞാൻ ഷിംലക്ക് കയറി. ഡൽഹിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ഷിംല. ചീപ്പായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം. ടോയ് ട്രെയിനിൽ വരികയാണെങ്കിൽ, ജനറൽ ടോയ് ട്രെയിൻ അങ്ങനെ ആയിട്ട് വരികയാണെങ്കിൽ 150, 200, ടോട്ടൽ 500 രൂപയ്ക്ക് വേണമെങ്കിൽ വന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പീസാണ്, കാമാണ്, അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ കാണുന്നുള്ളത് ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിലുള്ളത്. നമുക്കൊരു പള്ളി കാണാം. ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് മുസ്ലിം പോപ്പുലേഷന് തീരെ ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ്. 1.5 അത്രേ ഉള്ളൂ. വിൻ്റർ ആയതുകൊണ്ട് വിൻ്റർ ഐറ്റംസ് എക്സെട്ര ഒക്കെയുള്ള. ഇപ്പോൾ ടയലെന്ന നിലക്ക് ചെയ്തേ ഉള്ളൂ. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനോ എങ്ങനെ ചെയ്യാം എന്ത് പറയണമെന്നൊന്നും അറിയില്ലൊന്നുമില്ല. ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നുള്ളത് ഇന്ത്യയിലെ നോർത്ത് ഭാഗത്ത് ഹിമാലയ നിരകളിലേക്കുള്ള ഒരു സ്റ്റേറ്റാണ്. ഹിമാചലിൻ്റെ സമ്മർ ക്യാപിറ്റലാണ് ഷിംല. അതേപോലെ വിൻ്റർ ക്യാപിറ്റൽ ധരംശാലയിലാണ് വരുന്നത്. അവിടുത്തെ മോസ്റ്റ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഹിന്ദു പോപ്പുലേഷനാണ്. 1.5% മുസ്ലിം പോപ്പുലേഷൻ വരും. പിന്നെ ബാക്കി പെർസെൻറ്റേജ് സിഖ്, ക്രിസ്ത്യൻ അങ്ങനെ ആയിട്ട് വരും. ഞാൻ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. എത്ര ആൾക്കാർ കാണുമെന്ന എന്നൊന്നും എനിക്കറിയില്ല. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ ഇപ്പോൾ ഷിംലയിലാണുള്ളത്. ഷിംലയിലത്തെ രാത്രിത്തെ വ്യൂ എങ്ങനെ ഇരിക്കും എന്ന് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ചെറിയ പൈസക്ക് വേണമെങ്കിൽ റൂം എടുക്കാൻ ആണെങ്കിൽ ഗുരുദ്വാര ഉണ്ട്. ഫ്രീക്ക് റൂം കിട്ടും, ഫ്രീക്ക് ഫുഡ് കിട്ടും. 1-2 ഗുരുദ്വാരകളുണ്ട്. അപ്പോൾ ഡൽഹിയിലെല്ലാം ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് വാ. 500 രൂപയ്ക്ക് ആവും മാക്സിമം പോയാൽ. വെറുതെ ഇരിക്കല്ല. ഓക്കെ, ബൈ.